إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതൊന്നും നമ്മളാരും ആഗ്രഹിക്കാറില്ല. എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവനിക്ക് നേട്ടങ്ങളുണ്ടാവണം, വിജയങ്ങളുണ്ടാവണം, അതുപോലെ എല്ലാ നിലയിലും അവന് ഉയർച്ച കിട്ടണമെന്നാണ് ഈ ഭൗതിക ലോകത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. മറിച്ച് പരാജയം വരുന്നതോ നഷ്ടം സംഭവിക്കുന്നതോ ഒന്നും നമ്മളാരും ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തന്നെ ജീവിതത്തിൽ പരാജയം വരരുത്, അല്ലെങ്കിൽ നഷ്ടം കുടുങ്ങരുത് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വരാതിരിക്കാൻ വലിയ ജാഗ്രത പുലർത്തുന്നവരുമാണ് മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും. യാദൃശ്ചികമായി വല്ല നഷ്ടവും പരാജയവും ഒക്കെ വന്നാൽ തന്നെ അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം കണ്ടെത്താനും നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ നാമൊക്കെ അതിനേക്കാളേറെ നഷ്ടവും പരാജയവുമൊക്കെ വിലയിരുത്തേണ്ടതും കണക്ക് കൂട്ടേണ്ടതും നാളെ പരലോക ജീവിതത്തിൽ നമുക്ക് നഷ്ടം സംഭവിക്കുമോ എന്ന വിഷയത്തിലാണ്. ഈ ദുനിയാവിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അതൊക്കെ ഒരു പരിധി വരെയാണ്, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ പരിഹരിക്കാനൊക്കെ സാധിച്ചേക്കും. എങ്കിൽ നാളെ പരലോക ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എനിക്ക് എന്ന് കണ്ടറിഞ്ഞ് ആ നഷ്ടത്തിനുള്ള പരിഹാരം ഇവിടെ തന്നെ കാണുക എന്നതാണ് സത്യവിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ചെയ്യേണ്ടതും ആ രൂപത്തിലാണ് മനുഷ്യർ ചിന്തിക്കേണ്ടതും.
മറിച്ച് പരലോക ജീവിതത്തിൽ നഷ്ടമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് പരിഹരിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് മാത്രമല്ല, കാലാകാലവും ആ നഷ്ടത്തിലായി അവൻ നിലകൊള്ളേണ്ട അവസ്ഥയുമുണ്ടാകും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ സഹായത്തിനോ രക്ഷക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിത്തരാനോ ആരും ഉണ്ടാവുകയില്ല. ഓരോരുത്തരും അവരുടെ നഫ്സ് തന്നെയായിട്ട് ആ നഫ്സിനിക്കുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതാണ് പരലോക ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാം. സൂറത്ത് അബസയിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ചത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനി. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അല്ലാഹു തആല പറയുന്നത് യൗമ യഫിറുൽ മർഉ, അന്ന് ആ മനുഷ്യൻ ഓടി അകലുകയാണ് ചെയ്യുക, മിൻ അഖീഹി അവന്റെ സഹോദരന്മാരിൽ നിന്ന്, വ ഉമ്മിഹി വ അബീഹി അവന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമെല്ലാം അവൻ അകന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വസ്വാഹിബത്തിഹി വബനി അവന്റെ സഹധർമ്മിണിയിൽ നിന്നും അവന്റെ സന്താനങ്ങളിൽ നിന്നുമെല്ലാം അവരുടെ കാര്യമൊന്നും ചിന്തിക്കാൻ അവനിക്ക് ഒഴിവില്ല. അവൻ അവരിൽ നിന്നെല്ലാം അകന്ന് അവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ദിവസമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വസ്വാഹിബത്തിഹി വബനി അവന്റെ സന്താനങ്ങളിൽ നിന്നും അവന്റെ സഹധർമ്മിണിയിൽ നിന്നുമെല്ലാം അവൻ ഓടിയകലും. അവന്റെ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും അവന്റെ കൂട്ടുകാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും മുഴുവൻ ആളുകളിൽ നിന്നും അവൻ ഓടിയകലുന്ന ഒരു ദിവസമാണത്. എന്താണ് അങ്ങനെ ഓടിയകലാനുള്ള കാരണം? അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നു യുഗ്നി. അന്ന് അവനിക്ക് തന്നെ അവന്റെ കാര്യം ധാരാളം നോക്കാനുണ്ട്. അന്ന് അവന് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന പണിയല്ല, അവനിക്ക് തന്നെ അവന്റെ കാര്യം ധാരാളമായി നോക്കാൻ പരലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അവൻ പരിശ്രമിക്കാതെ അവൻ അവന്റെ കാര്യത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയാണ് പരലോക ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ദിവസമാണ് മുന്നിൽ വരാനുള്ളത് എന്നതുകൊണ്ട് ആ ദിവസത്തിലേക്ക് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടാവണം ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പല സ്ഥലങ്ങളിലും ഉണർത്തിയതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു നോക്കൂ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. വത്തഖൂ നിങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം. യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. നാളെ പരലോകത്ത് വരാനുള്ള ദിവസത്തെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കുക. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. അന്ന് ഒരാൾക്കും മറ്റൊരാൾക്കും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ഒരുങ്ങുക. അന്നത്തെ ദിവസത്തെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കുക. വലാ യുഖ്ബൽ മിൻഹാ അദിൽ. അന്നൊരാളിൽ നിന്നും എന്തെങ്കിലും പ്രായശ്ചിത്തം പോലും ഒരാളുടെ വിഷയത്തിൽ സ്വീകരിക്കുകയില്ല. വലാ തൻഫഉഹാ ശഫാ. ഒരാളുടെ ശുപാർശയും അവിടെ ശുപാർശയായി പരിഗണിക്കപ്പെടുകയില്ല. വലാഹും യുൻസറുൻ. ഒരു രൂപത്തിലുള്ള സഹായവും അവിടെ ലഭ്യമാക്കപ്പെടുകയില്ല. ആ ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ടാണ്, ആ ദിവസത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് വിവരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നാം ആലോചിച്ച് നോക്കുക. അത്രയും ഭയാനകമായ, ഓരോരുത്തർക്കും അവരുടെ കാര്യം തന്നെ പേടിയാകുന്ന രൂപത്തിലുള്ള ദിവസത്തിലേക്കാണ് നമ്മളൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസത്തിലേക്കാണ് നമുക്കൊക്കെ നീങ്ങാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖിയാമത്ത് നാളിൽ നാളെ ജനങ്ങളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടൽ ഹുഫാത്തൻ പാദരക്ഷയില്ലാത്ത രൂപത്തിലായിരിക്കും, ചെരുപ്പില്ലാത്ത രൂപത്തിലാണ് ആളുകൾ അവിടെ ഒരുമിച്ച് കൂട്ടുക. ഉറാത്തൻ വസ്ത്രമില്ലാത്ത അവസ്ഥയിലുമായിരിക്കും. ഉർലൻ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അഥവാ സൃഷ്ടിപ്പിന്റെ അതേ രൂപത്തിലാണ് പരലോകത്ത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആളുകൾക്ക് കാലിൽ ധരിക്കാൻ ചെരുപ്പില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ചേലാകർമ്മം പോലും ചെയ്യപ്പെടാത്ത രൂപത്തിൽ നാളെ പരലോകത്ത് പുരുഷനെയും സ്ത്രീയെയും എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയെ, അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അർരിജാലു വന്നിസാഉ ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്,
അങ്ങനെയെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും കാണുകയുമൊക്കെയില്ലേ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടിയുണ്ട്. പ്രവാചകൻ പറയുന്നത്, ഖാല യാ ആയിഷ അൽ-അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്. അന്ന് ആയിഷ, നിങ്ങളുടെ ഈ നോക്കിക്കളിയല്ല അന്ന് അവിടെയുള്ളത്. ഓരോരുത്തരും അവരുടെ കാര്യത്തിൽ തന്നെ ഭയാനകമായ പേടിയിലായി അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരാരെ നോക്കാനാണ് ആയിഷ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. അഥവാ അത്രയും ഭയാനകമായ ഒരു ദിവസത്തിലേക്കാണ് നമുക്കൊക്കെ പോവാനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ദിവസത്തിൽ വിജയമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അന്ന് പരാജയപ്പെട്ടാൽ അത് ശാശ്വതമായ പരാജയമായിരിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, അന്ന് വിജയിച്ചാൽ അവനാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. അന്ന് നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ അനുവാദം കിട്ടുകയും ചെയ്താൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയി. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നു, ആരെങ്കിലും സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടി, ഫമൻ സുഹ്സിഹ അനിന്നാർ, അവനെ അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ മാത്രമാണ് വിജയിച്ചവൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുന്യവി ജീവിതം എന്ന് പറയുന്നത് വഞ്ചനകളുടെ ചില വിഭവങ്ങളാണ്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന സമയത്ത് ആ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾ തയ്യാറാവണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നാളെ പരലോകത്ത് നമുക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം യഥാർത്ഥമാവണം. ആ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാകണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. എങ്കിൽ നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കും. ആ ഒരു സന്ദേശമാണ് മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗീയ ലോകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഈ ഭൗതിക ലോകത്തേക്ക് ജീവിക്കാൻ വേണ്ടി വിടുന്ന സമയത്ത് അല്ലാഹു തആല ആദം നബിയോട് എടുത്തൊരു പ്രതിജ്ഞ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുൽനഹ്ബിതു മിൻഹാ ജമിയ. ആദം നബിയോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മുഴുവൻ അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് പോയിക്കോളൂ. ഭൂമിയിലേക്ക് നിങ്ങളൊക്കെ പോയിട്ട് ഫൈമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്റെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ സന്മാർഗത്തിന്റെ ദർശനങ്ങൾ പ്രവാചകന്മാരിലൂടെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫമൻ തബിയ ഹുദായ, ആരെങ്കിലും എന്റെ സന്മാർഗത്തെ പിൻപറ്റാൻ ആരെങ്കിലും തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ യാതൊന്നും പേടിക്കേണ്ടതില്ല, അവർ ദുഃഖത്തിലാവേണ്ടതുമില്ല, അവർക്കൊന്നും പേടിക്കാനില്ല. ആ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചോളൂ എന്നാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പോലും നിർദ്ദേശം കൊടുത്തത്. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്ത് അവസാനിപ്പിച്ചത് വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, മറിച്ച് നമ്മളെ നിഷേധിക്കുകയും നമ്മുടെ ആയത്തുകൾ മുഴുവൻ കളവാക്കുകയും എന്നിട്ട് തോന്നിയതുപോലെ ഭൗതിക ലോകത്ത് ജീവിക്കുകയും ചെയ്താൽ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ നിവാസികളായി നരകവാസികളായി മാറും. അവർ ആ നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സ്വർഗീയ ലോകത്തിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയി ഭൗതിക ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിലേക്ക് എന്റെ സന്മാർഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സന്മാർഗം കേട്ടിട്ട് നിങ്ങൾ അതിനോട് പിൻപറ്റിയാൽ നിങ്ങളിൽ ആർക്കും പേടിക്കേണ്ടതില്ല എന്ന സന്ദേശവുമായിട്ടായിരുന്നു മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നിയോഗിച്ചിരുന്നത്. നാം ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസവും അതനുസരിച്ച പ്രവർത്തനങ്ങളും മനുഷ്യനിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിച്ചാൽ പരലോകത്ത് അവൻ ദുഃഖിക്കേണ്ടതയോ പേടിക്കേണ്ടയോ വരുന്ന ഒരവസ്ഥയും അവനിക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, 4 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായ വിശ്വാസിയും യഥാർത്ഥ സ്വർഗത്തിന്റെ അഹിലുകാരനുമായി തീരുന്നത്. പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം, 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചിരിക്കണം. 4 കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ അവൻ കൊടുക്കണം. എങ്കിൽ അവൻ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അത് തന്നെ സാധ്യതയാണ്. എന്നിട്ട് പണ്ഡിതന്മാർ ആ 4 കാര്യം വിവരിക്കുന്നത് നോക്കൂ. 1 അൽ ഇൽം, ദീനെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചുമൊക്കെയുള്ള അറിവാണ്.
അവരെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവ് വേണം, റബ്ബിനെ കുറിച്ചുള്ള അറിവ് വേണം. അതുപോലെ പ്രവാചകന്മാരെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെ കുറിച്ചുമൊക്കെ അറിവുണ്ടാവണം. എന്നിട്ട് പണ്ഡിതന്മാർ രണ്ടാമത്തെ കാര്യമായി പറയുന്നത് അൽ അമലു ബിഹി, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാവണം. അള്ളാഹുവിനെ കുറിച്ച് ശരിക്കറിയാം, പ്രവാചകനെ കുറിച്ച് ശരിക്കറിയാം, ദീനിനെ കുറിച്ചും ശരിക്കറിയാം, പരലോകത്തെക്കുറിച്ചുമൊക്കെ ശരിക്കറിയാം. എന്നിട്ട് അതനുസരിച്ച പ്രവർത്തനം ഒരാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവൻ പരലോകത്ത് വിജയിയായി മാറുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അവരെയൊക്കെ എനിക്കറിയാം, ഞാൻ അവരിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൽപ്പനകൾക്ക് നേരെ എതിരായി പ്രവർത്തിച്ചാൽ അതൊന്നും പരലോകത്ത് ആ വിശ്വാസമൊന്നും ഒരിക്കലും ഉപകരിക്കപ്പെടുകയില്ല എന്നതാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പണ്ഡിതന്മാർ മൂന്നാമത്തെ കാര്യമായി പറയുന്നത് അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. താൻ ഒരു കാര്യം ശരിയായി മനസ്സിലാക്കിയാൽ അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് മോനെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അയാൾക്കൊരു മാർഗദർശനം നടത്തിയിട്ട് അയാളെ നൽകാര്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന ബാധ്യതയും മനുഷ്യനിക്കുണ്ട്. മാത്രവുമല്ല സബ്റു അലൽ അദാഫി, നാലാമത്തെ കാര്യമായി പണ്ഡിതന്മാർ വിവരിക്കുന്നത് ഈ വിഷയത്തിൽ ദീനിയായ രൂപത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കും. അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ആ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ക്ഷമിക്കാനും ഒരാൾക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഈ 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് പരലോകത്ത് അയാൾക്ക് ദുഃഖിക്കുകയോ പേടിക്കേണ്ടതോ ഇല്ല എന്നാണ് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിവരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ കാര്യം തന്നെ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനിനെ കുറിച്ചുമൊക്കെയുള്ള അറിവാണ്. ആ അറിവ് പൂർണ്ണമായിരിക്കണം. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കണം, പ്രവാചകൻ ആരാണ് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം, ദീനിയായ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദീനിയായ നിയമങ്ങളും നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അൽ അമലു ബിഹി, അതനുസരിച്ച് നമ്മളൊക്കെ പ്രവർത്തിക്കാനും തയ്യാറാവണം. ജീവിതത്തിൽ അതൊക്കെ അവനിക്കറിയാം, എന്നാലും എനിക്കത് ബാധകമല്ല എന്ന രൂപത്തിൽ പിന്മാറുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ധിക്കാരമാണ് എന്നത് നാം മറന്നുപോകരുത്. എന്തുകൊണ്ടാണ് ഈ 4 കാര്യത്തെ പണ്ഡിതന്മാർ എടുത്തു പറയാൻ? ഇത് വിശുദ്ധ ഖുർആൻ ചെറിയൊരു സൂറത്തിലൂടെ ഈ വലിയൊരു ആശയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ പ്രധാനമായി 4 കാര്യങ്ങൾ വിജയത്തിന്റെ ലക്ഷണമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ടാണ് ആ 4 കാര്യങ്ങൾ എടുത്തു പറയുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ്. പണ്ഡിതന്മാർ ഭാഷാഗ്രന്ഥങ്ങളിലൊക്കെ അൽ ഇൻസാൻ എന്ന വാക്കിന് വിവരിക്കുന്നത് കാണാൻ സാധിക്കും. സർവ്വ മനുഷ്യരും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സർവ്വ മനുഷ്യരും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് 4 വിഭാഗത്തെ അല്ലാഹു തആല ഒഴിവാക്കുകയാണ്. നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്ന 4 വിഭാഗം, അതാണ് ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർ നഷ്ടത്തിലാണെന്ന് പറയാനായിട്ടില്ല. അവർ ഒരിക്കലും നഷ്ടത്തിലല്ല. അവർ ഈ നഷ്ടം സംഭവിച്ചവരിൽ നിന്ന് അവർ ഒഴിവാണ്. അല്ലാത്ത മുഴുവൻ മനുഷ്യരും നഷ്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 4 വിഭാഗത്തെ അല്ലാഹു തആല ഒഴിവാക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം ഇല്ലല്ലദീന ആമനു, യഥാർത്ഥമായി വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ. എന്നിട്ട് അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, അതനുസരിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവൻ എന്തൊക്കെ സൽപ്രവർത്തനമായി പഠിച്ചോ അതവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരുന്നു. ഈ രൂപത്തിൽ സൽപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരാണ് വിജയിച്ച ആളുകൾ, അവർക്കൊരിക്കലും പരാജയമില്ല. എന്നിട്ട് മൂന്നാമത്തെ സ്വഭാവം അല്ലാഹു തആല വിവരിക്കുന്നത് വതവാസൗ ബിൽ ഹഖ്, ഹക്കായ കാര്യങ്ങൾ ജനങ്ങളോട് ഉപദേശിക്കുന്ന ആളുകൾ. അവനിക്ക് ആ കാര്യം ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ആളുകളോട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിന് അവനിക്കൊരു മടിയും ഒരു ലജ്ജയുമില്ല. ആ രൂപത്തിൽ അവൻ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആളുകളോട് അവൻ ഉപദേശിക്കുന്നു. അതാണ് വതവാസൗ ബിൽ ഹഖ്, ഹക്കായ കാര്യം ജനങ്ങളോട് ഉപദേശിക്കുന്ന ആളുകൾ. എന്നിട്ട് അവസാനമായി അല്ലാഹു തആല 4-ാമത്തെ കാര്യം പറയുന്നത് വതവാസൗ ബിസ്സബ്ർ,
ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന ആളുകളും ഹക്കായ കാര്യങ്ങൾ പറയുമ്പോഴും അത് പ്രവർത്തിക്കുമ്പോഴും അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും ഒക്കെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും അനുഭവിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കുത്തഴിഞ്ഞ ഒരു രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾ അനുസരിച്ചൊക്കെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ ക്ഷമയിലൂടെ പരസ്പരം ഉപദേശിക്കുക. മോനെ, നീ അതിലൊക്കെ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിലും നിനക്കത് പരലോകത്ത് ഉപകാരമാണ്, നീ ക്ഷമിച്ചു കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ക്ഷമയുടെ കാര്യം ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ 4 വിഭാഗം ഒഴിച്ച് മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ് എന്ന് ചെറിയൊരു സൂറത്തിലൂടെ വലിയൊരാശയമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനിക്ക് മഹാന്മാരായ സ്വഹാബത്തൊക്കെ വലിയ പരിഗണനയായിരുന്നു നൽകിയിരുന്നത്. സ്വഹാബിമാർ പരസ്പരം കാണുമ്പോൾ അവർ തമ്മിൽ ഓർമ്മപ്പെടുത്തിയിരുന്നത് പോലും ഈ സൂറത്തിൽ പറഞ്ഞ വിഷയമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നെയുമല്ല, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറത ലവസിയതുഹും, ജനങ്ങൾ ഈ സൂറത്തിന്റെ ആശയം ഒന്ന് കേവലം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ അത് തന്നെ അവർക്ക് ധാരാളം മതിയായതാണ് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ ഒരു വിശദീകരണം എന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിജയത്തിന്റെ നിദാനമായ ഈ കാര്യങ്ങളിൽ നാം ഒക്കെ എവിടെയാണ് ഉള്ളത് എന്ന് നാം ഒക്കെ അല്പമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ദീനിനെ കുറിച്ച് നാം മനസ്സിലാക്കിയോ? പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അങ്ങനെ അറിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കൃത്യമായി കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും എന്നിട്ട് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളൊക്കെ മാറ്റിയെടുക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമാണ് പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ സമയത്ത് പണിയെടുക്കേണ്ടത്. പരലോകത്ത് ജീവിത വിജയമാണ് മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അവിടെ പരാജയപ്പെട്ടാൽ മുഴുവനും പരാജയമായിരിക്കും. അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പണിയെടുക്കേണ്ടത് ഈ ഭൗതിക ലോകത്ത് വെച്ചുമാണ്. അവിടെ ചെന്നാൽ അവിടെ പിന്നെ പണിയെടുക്കാനുള്ള അവസരമല്ല, അവിടെ പ്രതിഫലം വാങ്ങാനുള്ള അവസരം മാത്രമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്ക് കൃഷി ഇറക്കേണ്ട സന്ദർഭമാണ്, സ്ഥലമാണ്. ആഖിറത്തിലുള്ള കൃഷിയുടെ വിഭവം അവിടെ കിട്ടണമെങ്കിൽ ഇവിടെ കൃത്യമായി വിള ഇറക്കിയെങ്കിൽ മാത്രമേ അവിടെ അത് കിട്ടുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് അവരുടെയൊക്കെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ പണിയെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധമാണ് മനുഷ്യരായുന്ന നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, വിശുദ്ധ ഖുർആൻ പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഈ ദുന്യാവിൽ നിന്ന് മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ദുന്യാവിലെ പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിനെ കുറിച്ചും കൃത്യമായ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിൽ വന്നു ചേരണം. അതിനു വേണ്ടിയിട്ട് പ്രാപഞ്ചികമായ പല പ്രതിഭാസങ്ങളും അള്ളാഹു തആല മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്.
ആ കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്ന് അള്ളാഹു താല നമ്മോട് ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ എപ്പോഴും പരിചയമുള്ള, നാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ആയില. ആ സൂറത്തുൽ ആയിലയിൽ അള്ളാഹുവിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു താല പ്രപഞ്ചത്തിലെ ചില വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് കാണാം. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. എന്തിനാണ് അള്ളാഹു താല ഈ ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്? അള്ളാഹു താല നമ്മോട് പറയുകയാണ്, അഫലാ യൻളുറൂന ഇലൽ ഇബിൽ, ഒട്ടകത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ജനങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അള്ളാഹു താല നമ്മോട് കൽപ്പിക്കുകയാണ്. എന്തിനാണ് ഒട്ടകത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനമുള്ളത് എന്ന് ചിന്തിച്ചാൽ അത് തന്നെയാണ് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഒട്ടകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും റബ്ബിന്റെ കഴിവും റബ്ബിന്റെ മാഹാത്മ്യവും കണ്ടെത്താൻ അതിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു താല നമ്മോട് ചോദിക്കുന്നത്. ഒട്ടകത്തിന്റെ പ്രത്യേകത തന്നെ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം. മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ് ഒട്ടകം എന്നതുകൊണ്ട് തന്നെ മരുഭൂമിയുടെ കാലാവസ്ഥയോട് അനുയോജ്യമായ സൃഷ്ടിപ്പാണ് അള്ളാഹു താല ഒട്ടകത്തിന് നൽകിയിട്ടുള്ളത്. മരുഭൂമിയിൽ നമുക്കറിയാം, മണൽക്കാറ്റ് ശക്തമാകുന്ന സ്ഥലമാണ് മരുഭൂമി. ആ മണൽക്കാറ്റ് ശക്തമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കണ്ണും മൂക്കും കാലുമൊക്കെയായ രൂപത്തിലാണ് ഒട്ടകത്തെ അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, മരുഭൂമിയിൽ വെള്ളത്തിന് വലിയ ക്ഷാമം അകപ്പെടുന്ന സ്ഥലമാണ്. വെള്ളം കിട്ടാൻ വലിയ പ്രയാസമുള്ള ഏരിയയാണ് മരുഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകത്തിന് ധാരാളം മാസങ്ങളോളം വെള്ളമില്ലാതെ താമസിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണ് ഒട്ടകത്തിനിക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടകത്തെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ ശ്രമിച്ചാൽ പോലും അള്ളാഹു ആ ഒട്ടകത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ കഴിവ് കണ്ടെത്തി അള്ളാഹുവിനെ അറിയാനാണ് അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നില്ല, ആ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന്. വീണ്ടും അള്ളാഹു പറയുന്നു, നോക്കൂ, വൈലസ്സമായി കൈഫ റുഫിഅത്, മേൽഭാഗത്തേക്ക് ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ലേ? വൈലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളെ ഭൂമിക്ക് ആണി എന്ന നിലയിൽ എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടിവെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നില്ലേ? വൈലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായ രൂപത്തിൽ ജീവിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ ഭൂമി വിശാലമാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു താല നമ്മോട് ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കണ്ടെത്തിയിട്ട്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മാഹാത്മ്യം കണ്ടെത്തിയിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അള്ളാഹു താല നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ അള്ളാഹു താല ഈ ഭൂമിയിൽ റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഓരോ ജീവിക്കും അതിന് അനുയോജ്യമായ സൃഷ്ടിപ്പാണ് റബ്ബ് അതിന് നൽകിയിട്ടുള്ളത്. അതിന് ഓരോ വസ്തുവിനും അതിനോട് യോജിച്ച സൃഷ്ടിപ്പ് നൽകിയിട്ട് സുമ്മഹദ, അതിന് യോജിക്കുന്ന രൂപത്തിലുള്ള മാർഗദർശനങ്ങളും അതിന് നൽകിയിട്ടുണ്ട്. പൂച്ച എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പൂച്ചയെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. നായ എങ്ങനെ ജീവിക്കണമെന്നും പാമ്പുകൾ എങ്ങനെ ജീവിക്കണമെന്നും അതുപോലുള്ള ഈ ദുനിയാവിലുള്ള ലക്ഷക്കണക്കായ ജീവിവർഗങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് കൃത്യമായി അല്ലാഹു തആല അവക്കൊക്കെ മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ ജീവികൾക്കും എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകിയിട്ട് സുമ്മ ഹദാ, പിന്നെ അതിൻ്റെതായ മാർഗദർശനവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യരാകുന്ന നമ്മളൊക്കെ. ഇതുപോലെ ആയിരക്കണക്കായ അല്ലെങ്കിൽ ലക്ഷക്കണക്കായ ജീവിവർഗങ്ങളിൽ ഒരു വർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന വർഗം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും മനുഷ്യൻ എങ്ങനെയൊക്കെ ഇവിടെ പ്രവർത്തിക്കണമെന്നും കൃത്യമായി അല്ലാഹു തആല മനുഷ്യനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അവൻ അല്ലാഹുവിനെ കീഴ്പ്പെട്ടവനും അല്ലാഹുവിനെ അനുസരിച്ചവനുമായി മാറുക. അതിനുവേണ്ടി അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക എങ്കിൽ മാത്രമാണ് പരലോകത്ത് നമുക്കൊക്കെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പരലോക ജീവിത വിജയമാണ് നമ്മളൊക്കെ ലക്ഷ്യം കാണുന്നത്.
അത് അവിടെ എത്തിയിട്ട് കിട്ടേണ്ട ഒന്നല്ല, മറിച്ച് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ മനുഷ്യൻ ഇവിടെ നിന്നാണ് നടത്തേണ്ടത്. അങ്ങനെ നടത്തിയിട്ട് നാളെ പരലോകത്ത് എത്തുമ്പോൾ അവിടെ വിജയം കൈവരിക്കാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാം പരലോകത്ത് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا، ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار، وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك